Hello everybody. ഇന്ന് നമുക്ക് സ്റ്റെയിനിങ്ങിനെ പറ്റി പഠിക്കാം കേട്ടോ. സ്റ്റെയിനിങ് മക്കളെ കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. ഇനി നമുക്ക് സ്മോൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മിസ്സ് കുറച്ച് തിരക്കായി പോയടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, അതാണ് ഡിലേ ആയത് വീഡിയോസ്. അപ്പം ബേസിക്കലി ഞാൻ ആക്ച്വലി വിചാരിച്ചു സ്റ്റെയിനിങ് മൊത്തം ഒരു ക്ലാസ്സിൽ തീർക്കാമെന്ന്, പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടാണ് ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നത്. സോ വാട്ട് ഐ ഡു നെക്സ്റ്റ് ഇസ്, ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടാം. ഓക്കെ, വിത്ത് ഹോസ്പിറ്റൽ വർക്ക് ആൻഡ് യുനോ ലിറ്റിൽ ബിസി ദീസ് ഡേയ്സ്. സോ ഈ ലോങ് വീഡിയോസ് എനിക്ക് തോന്നുന്നില്ല ഇൽ ബി പ്രാക്ടിക്കൽ. ഞാൻ സ്മോൾ വീഡിയോസ് ഐ കീപ് അപ്ഡേറ്റിംഗ് യു ഗൈസ്. ഓക്കെ, സോ നമുക്കിന്ന് സ്റ്റെയിനിങ്ങിനെ പറ്റി പഠിക്കാം. നമുക്ക് സിമ്പിൾ സ്റ്റെയിൻ ഇട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ഓൾ ദ ബിഗിനേഴ്സ് ഓഫ് മൈക്രോബയോളജി, ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, അവർക്ക് ലെറ്റസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴാണ്, ഞാനിപ്പോൾ ഒരു സ്ലൈഡ് എടുത്തു, ഞാൻ അവിടെ ഒരു സാമ്പിൾ ഇട്ടു. ഏത് സാമ്പിൾ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പ്യൂട്ടം ആയിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻ്റെ സ്പ്യൂട്ടം ആയിരിക്കാം, ഓക്കെ, ബ്ലഡ് സാമ്പിൾ ആയിരിക്കാം, യൂറിൻ എനിത്തിങ്. ഞാനത് സ്ലൈഡിലേക്ക് ഇട്ടാൽ എനിക്ക് ഓർഗാനിസത്തിനെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ സ്ലൈഡിന് ഒരു കളർ കൊടുക്കണം, വേണ്ടേ? അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റെയിനിങ് എന്ന് പറയുക. നമുക്ക് കുറേ കൈൻഡ്സ് ഓഫ് സ്റ്റെയിനിങ് ഉണ്ട്, പല തരത്തിലുള്ള സ്റ്റെയിനിങ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻലി ZN സ്റ്റെയിൻ, ഗ്രാം സ്റ്റെയിൻ, അതിനെ പറ്റിയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ നമുക്കിത് ബേസിക്കായിട്ടേ പഠിച്ചു തുടങ്ങാം കേട്ടോ. സോ സ്റ്റെയിനിങ്ങിൻ്റെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഇനീഷ്യൽ പാർട്ട് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യനായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഈ ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിൽ നിങ്ങളൊരു സാമ്പിൾ ഇട്ടു എന്ന് വെച്ചു. അത് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയണം, അത് ആ സാമ്പിൾ ആ സ്ലൈഡിലേക്ക് ഉറപ്പിക്കണം. ഓക്കെ, അതിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഇതല്ല, എനിക്ക് ജസ്റ്റ് റിമെമ്പർ, ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിട്ട സാമ്പിൾ സ്ലൈഡിലേക്ക് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾ പിന്നെ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ അത് സ്ലൈഡൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സാമ്പിൾ സ്റ്റിക്ക് ചെയ്ത് സ്ലൈഡിലേക്ക് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? സാമ്പിൾ അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്, അതിനെയാണ് ഫിക്സേഷൻ എന്ന് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് ഫിക്സേഷൻ ചെയ്യാം. ഒന്ന് ഹീറ്റ് വെച്ചിട്ട്, ഓക്കെ, ഒരു ഫ്ലെയിം വഴി ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പം ഹീറ്റിൻ്റെ ഒരു എഫക്റ്റ് കാരണം നമ്മുടെ സാമ്പിൾ, അതേത് സാമ്പിളും ആയിക്കോട്ടെ, സ്ലൈഡിലേക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, പിന്നെ അത് വാഷ് ചെയ്താലും പോകത്തില്ല. ഓക്കെ, കാരണം എന്താണെന്ന് അറിയുന്നത്, നമ്മൾ ഈ ഫിക്സേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്റ്റെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് സ്ലൈഡ് വാഷ് ചെയ്യും, സാമ്പിൾ അതിൽ നിന്ന് ഒഴുകിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കളർ ആഡ് ചെയ്ത് ഓർഗാനിസം സ്റ്റെയിൻ ആവുമോ? ഇല്ല, അത് വാഷ് ആയിപ്പോയി. അപ്പോൾ അതിനാണ് ഫസ്റ്റ് നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാം. ഓക്കെ, പിന്നുള്ള ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫിക്സേഷനാണ്. കെമിക്കലിനകത്ത് നമ്മൾ ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുക? മെത്തനോൾ എന്ന് പറഞ്ഞൊരു കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യാം. എന്തിന്? ഫിക്സേഷന് വേണ്ടി. അപ്പോൾ ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ് മനസ്സിലായല്ലോ, ഫിക്സേഷൻ. രണ്ടാമത് നമ്മളെ മക്കളെ സിമ്പിൾ സ്റ്റെയിനിങ്ങിനെ പറ്റി പഠിക്കാം. ഓക്കെ, സിമ്പിൾ സ്റ്റെയിൻസ് എന്ന് വെച്ചാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ, വിച്ച് ലൈക്ക് ഹൗ ആർ ലൈഫ് ഷുഡ് ബി. ഡോണ്ട് മേക്ക് ലൈഫ് കോംപ്ലിക്കേറ്റഡ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ലൈഡ് എനിക്ക് ഒരു കളറിൽ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അതിനെയാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുക. അത് നമുക്ക് മെത്തലീൻ ബ്ലൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കളറിലായിരിക്കും നിങ്ങളുടെ സ്ലൈഡ് വരിക? ബേസിക് കോമൺ സെൻസ് ബ്ലൂ കളറിലായിരിക്കും വരിക. നിങ്ങൾ ഈ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്താൽ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. എടാ, ഈ ഫോട്ടോ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഒരു സ്ലൈഡ് മൊത്തം മൈക്രോസ്കോപ്പിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളറായിട്ട് കാണുന്നതെങ്കിൽ, ഞാൻ എൻ്റെ ബ്ലൂ പെൻ എടുക്കട്ടെ. യെസ്, ബ്ലൂ കളറായിട്ടാണ് കാണുന്നതെങ്കിൽ, ഓക്കെ, ബേസിക്കലി അത് മോസ്റ്റ്ലി ഇത് മെഥിലീൻ ബ്ലൂ ആണ് കേട്ടോ. പിന്നെ ഒരു സിമ്പിൾ സ്റ്റെയിൻ ഉണ്ട്, ബേസിക് ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെയിൻ ഉണ്ട് നമുക്ക്. അവിടെ ബേസിക് ഫ്യൂഷൻ വെച്ച് നിങ്ങൾ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് സ്റ്റെയിൻ ചെയ്താൽ ആ സ്ലൈഡ് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ അത് റെഡ് കളറിലായിരിക്കും കാണുക. ഫോട്ടോ. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ ഓഫ് ബേസിക് ഫ്യൂഷൻ കേട്ടോ. റെഡ് കളർ സ്ലൈഡ് അല്ലേ മോസ്റ്റ്ലി റെഡ് കളറാണ്. സോ ദിസ് ഇസ് യുവർ ബേസിക് ഫ്യൂഷൻ സ്റ്റെയിൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെയിൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് സ്റ്റെയിൻ ആണ്. നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോടാ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലാക്ക് ആക്കും. ഓക്കെ, ഓർഗാനിസത്തിനെ അല്ല ഇവിടെ കളർ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ഇരിക്കും ഏകദേശം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറാക്കും ഈ സ്റ്റെയിൻ. അപ്പോൾ നെഗറ്റീവ് സ്റ്റെയിൻ്റെ രണ്ട് എക്സാമ്പിളാണ് ഇന്ത്യ ഇങ്ക് സ്റ്റെയിനും നെഗ്രോസിൻ സ്റ്റെയിനും കേട്ടോ. ഇത് രണ്ട് നിങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബേസിക്കലി ഈ ചില ഓർഗാനിസം ഉണ്ടല്ലോ, ഭയങ്കര സ്റ്റബ്ബേൺ ആണ്, അവർ കളർ എടുക്കില്ല. അപ്പോൾ നമ്മൾ പറയും, ഓക്കെ, നമുക്കതിന് വഴിയുണ്ട്, നിങ്ങൾ കളർ എടുക്കണ്ട, ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറാക്കിക്കോളാം. സോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്ത് ചെയ്യും? ഫുള്ള് ബ്ലാക്ക് ആക്കും. ഓക്കെ, അപ്പം ഈ ഓർഗാനിസത്തിനെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും, വെള്ളയായിട്ട് കാണാൻ പറ്റും. ഞാൻ ആക്ച്വൽ പിക്ചർ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ മോസ്റ്റ്ലി നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിനാണെന്ന് അറിയാമോ? ആരെങ്കിലും പറയാമോ?
മക്കളെ ക്രിപ്റ്റോകോക്കൽ മെനഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി നെഗറ്റീവ് സ്റ്റെയിൻസ് വേറെ പല ഉപയോഗങ്ങളും ഉണ്ട്. നിങ്ങളുടെ എക്സാം പർപ്പസിന് ഇത് ഓർത്തിരിക്കുക, ക്രിപ്റ്റോകോക്കൽ മെനഞ്ചൈറ്റിസ്. ഓക്കെ, ക്രിപ്റ്റോകോക്കസ്. അപ്പോൾ ഈ ക്രിപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയാണ്, ഒരു ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയൻ്റെ ചുറ്റിനും എന്തുണ്ട്? അതിനൊരു ക്യാപ്സ്യൂളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും, ഓർഗാനിസം വൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ക്യാപ്സ്യൂൾ ഇങ്ങനെ നല്ല വെള്ളമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സോ ഒബ്വിയസ്ലി ക്രിപ്റ്റോകോക്കൽ മെനഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാനാണ് നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ സാമ്പിൾ എന്തായിരിക്കും? മെനഞ്ചൈറ്റിസ് എന്ന് വെച്ചാൽ എന്താടാ? ബ്രെയിനിൻ്റെ ഇൻഫെക്ഷൻ അല്ലേ? ഫൈൻ. അപ്പോൾ നമ്മൾ സാമ്പിൾ എന്തായിരിക്കും എടുക്കുക? CSF സാമ്പിളായിരിക്കും എടുക്കുക. ഓക്കെ, ഐ വിൽ ഷോ യു ദ പിക്ചർ. മക്കളെ ഇത് നോക്കണം, ഇതാണ് നെഗറ്റീവ് സ്റ്റെയിൻസ്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ടുണ്ട്? ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ആൻഡ് ഈ ഓർഗാനിസം കണ്ടോ? ഈ വെള്ളയായിട്ട് കാണുന്നതാണ് ഓർഗാനിസം. അപ്പം അതിന് ചുറ്റിനൊരു വൈറ്റ് കളർ കണ്ടോ നിങ്ങൾ? അതാണ് ഓർഗാനിസത്തിൻ്റെ ക്യാപ്സ്യൂൾ കേട്ടോ. സോ ദിസ് ഈസ് യുവർ നെഗറ്റീവ് സ്റ്റെയിനിങ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോടാ? ഇറ്റ് മീൻസ് ദാറ്റ് ഇപ്പോൾ ചില ഓർഗാനിസം അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിൻ്റെ ഫ്ലജല്ല എന്ന് വെച്ചാൽ എന്താ? ഒരു ഓർഗാനിസം മൂവ് ചെയ്യാൻ അതിനെ അനുവദിക്കുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലജല്ല. അപ്പോൾ ഫ്ലജല്ല ഭയങ്കര തിന്നാണ്. ഇപ്പോൾ ഒരു ഓർഗാനിസം ആണെങ്കിൽ അതിൻ്റെ ഫ്ലജല്ല ഭയങ്കര തിന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ സ്റ്റെയിൻ വെച്ചാൽ ഈ ഫ്ലജല്ലേനെ കാണാനായിട്ട് കഴിയത്തില്ല കേട്ടോ. പിന്നെ സ്പൈറോകീറ്റ്സ് എന്താണ്? സ്പൈറോകീറ്റ്സ് ജസ്റ്റ് റിമെമ്പർ, സ്പൈറോകീറ്റ്സ് ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. നമ്മുടെ നിങ്ങൾ സിഫിലിസിനെ പറ്റി കേട്ടിട്ടുണ്ട്, അതൊരു അസുഖമാണ്. ഓക്കെ, സിഫിലിസ് ഉണ്ടാക്കുന്ന ആരാണ്? ട്രിപ്പനോമ പാലിഡം. ഓക്കെ, ട്രിപ്പനോമ ഒരു സ്പൈറോകീറ്റ് ആണ്. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ. അത് ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അതിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫ്ലജല്ല, സ്പൈറോകീറ്റ്സ് ഒക്കെ കാണാനായിട്ട് ജസ്റ്റ് മൊമെൻറ്റ് ഗൈസ്. ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻസ് അഗൈൻ വളരെ തിൻ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മുടെ ഫ്ലജല്ല, സ്പൈറോകീറ്റ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിൻ സ്ട്രക്ചർ ആയിരിക്കും. ഒരു ഓർഗാനിസത്തിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ തിന്നാണ്, നമ്മുടെ ഹെയർ സ്ട്രാൻഡ് പോലെയാണ്. അപ്പോൾ നമുക്ക് നോർമൽ സ്റ്റെയിൻ ഉപയോഗിച്ചാലൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻസ് വെച്ചിട്ട്, ഇപ്പോൾ ഇതൊരു ഫ്ലജല്ലയാണെന്ന് വെച്ചോ, നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ആൻഡ് ദെൻ വെൻ വി വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്, വൺസ് അഗൈൻ ഐ വിൽ ഷോ യു ദ പിക്ചർ. ബിഫോർ ദാറ്റ് സ്പൈറോകീറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ. സ്പൈറോകീറ്റ്സ് നമുക്ക് ബാക്ടീരിയോളജിയിൽ വൃത്തിയായിട്ട് പഠിക്കാം. സ്പൈറോകീറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമ്മുടെ സിഫിലിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ട്രിപ്പനോമ പാലിഡം. അപ്പോൾ അത് സ്പൈറോകീറ്റ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഇതും വളരെ തിൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ യൂസ് ചെയ്യും. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു. ഗൈസ് ലുക്ക് ഹിയർ, ഇത് കണ്ടോ? ഈ ഇംപ്രഗ്നേഷൻ സ്റ്റെയിനിൽ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, എന്താണ് ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ? അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? സിൽവർ സ്റ്റെയിൻ എന്ന് പറയുക. ഓക്കെ, സിൽവർ സ്റ്റെയിൻ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ. ഇപ്പോൾ സിൽവർ സ്റ്റെയിൻ വെച്ച് നമ്മളൊരു ഓർഗാനിസം, ലെറ്റ്സ് സേ ഇത് നിങ്ങൾ ഈ കാണുന്ന ട്രിപ്പനോമ പാലിഡമാണ്. ഓക്കെ, അതിനെ സ്റ്റെയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? നമുക്ക് ഓർഗാനിസം ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഓർഗാനിസം ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ബ്ലാക്ക് സ്ട്രാൻഡ്സ്? അതാണ് ട്രിപ്പനോമ പാലിഡം കേട്ടോ. ഏതാണ് ഈ സ്റ്റെയിൻ? ഇംപ്രഗ്നേഷൻ സ്റ്റെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ 3 ക്വസ്റ്റ്യൻസ് ലൈക്ക് ഗ്രാം സ്റ്റെയിനിങ് എങ്ങനെയാണ് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുക, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്യുക, ആൽബർട്ട് സ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, 1 by 1 ലെറ്റ്സ് സീ. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ്ങിൽ സീ ദിസ് പിക്ചർ ഗൈസ്. ഓക്കെ, നിങ്ങളുടെ എക്സാം വരുമ്പോൾ നിങ്ങൾ ഈ റഫ് പിക്ചർ ഒന്ന് വരയ്ക്കുക. ദാറ്റ് വിൽ ഫെച്ച് യു മോർ മാർക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യുക? ആദ്യമേ ക്രിസ്റ്റൽ വയലറ്റ്, അതിനുശേഷം അയഡിൻ, ദെൻ ആൽക്കഹോൾ, സഫ്രാനൻ. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇസ് ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, ക്രിസ്റ്റൽ വയലറ്റ് വെൻ യു ആഡ് നോ ഗൈസ്, it will stain both gram positive and gram negative bacteria. ഇപ്പോൾ gram പോസിറ്റീവും gram നെഗറ്റീവ് ബാക്ടീരിയനെ നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിന് എന്ത് കളർ കൊടുക്കുമെന്ന് അറിയോടാ? പേർപ്പിൾ കളർ കൊടുക്കും. എന്ത് കളർ കൊടുക്കും? പേർപ്പിൾ കളർ കൊടുക്കും. ഓക്കെ,
ഓക്കെ, സോ അതാണ് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ പേർപ്പിളാക്കി മാറ്റിയിട്ടുണ്ട്. ആര്? നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയഡിൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ അയഡിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഈ അയഡിൻ? സി, ഇറ്റ് ഈസ് എ മോഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തല്ലോ നമ്മുടെ സാമ്പിളിൽ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അതിനെ പിക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ പേർപ്പിളായി. അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് വെച്ചാൽ ഈ കളറ് ആ ഓർഗാനിസം ഇങ്ങനെ ഹാമർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, മീനിങ് ഗൈസ് വൺ മോർ ടൈം ഐ ടെൽ യു. അയഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് വെച്ചാൽ ഈ പേർപ്പിൾ കളറ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങ് വാഷ് ഔട്ട് ആയിപ്പോവും, സ്ട്രോങ് ആയിരിക്കത്തില്ല അവരുടെ ബോണ്ട് ഈ സ്റ്റെയിനിൻ്റെയും ഓർഗാനിസത്തിൻ്റെയും. ഓക്കെ, സോ അത് നല്ല പറ്റിപ്പിടിച്ച് ഈ കളറ് ഓർഗാനിസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? അയഡിൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഈ അയഡിനെ നമ്മൾ മോഡൻറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഹാമർ പോലെ, കേട്ടോ, ഹാമർ പോലെ. മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത് എന്താ നമ്മൾ ആഡ് ചെയ്യുന്നത്? സി ഹിയർ, യെസ്, ആൽക്കഹോൾ. മൂന്നാമത്തെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ആൽക്കഹോളാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കഹോൾ ഓർ നമുക്ക് അസറ്റോൺ ആഡ് ചെയ്യാം. സോ ബേസിക്കലി ആൽക്കഹോളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതൊരു ഡീകളറൈസറാണ്. എന്ന് വെച്ചാൽ ആൽക്കഹോൾ മാക്സിമം നോക്കും ഈ കളറ് ഈ ഓർഗാനിസിൽ നിന്ന് മാറ്റാനായിട്ട്. ഇപ്പം നമ്മുടെ നിലവിൽ എന്താണ്? ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ഈ സാമ്പിളിലുള്ളത് എല്ലാത്തിനും പേർപ്പിൾ കളറായി. ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അയഡിനും ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് ആൽക്കഹോൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ആൽക്കഹോൾ ഭയങ്കര വില്ലൻ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അത് ചെന്ന് ഈ ഓർഗാനിസത്തിനോട് പറയും സ്റ്റെയിൻ വേണ്ട, നിങ്ങൾ ആ സ്റ്റെയിനെ അങ്ങ് ലൂസ് ചെയ്യും, കളർലെസ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് ഇല്ലടാ, ഞാനതാ കളർ എടുക്കട്ടെ ഒരു സെക്കൻഡേ. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് പറയും ഇല്ലില്ല, ഞങ്ങൾക്ക് പേർപ്പിളായിട്ട് തന്നെ ഇരിക്കണം. ഓക്കെ, ആൽക്കഹോൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേർപ്പിളായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ ചെന്ന് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിനോട് പറയും ഈ സ്റ്റെയിൻ വേണ്ട, ഈ പേർപ്പിൾ കളർ ലൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് എന്താ? പാവം ഓർഗാനിസംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു അറിയോ? ഈ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന പേർപ്പിൾ കളറങ്ങ് കളയും, കേട്ടോ. സോ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ബിക്കം കളർലെസ്. മനസ്സിലായോടാ? അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോൾ എന്താണ്? ഒരു ഡീകളറൈസറാണ്. പക്ഷേ ഗ്രാം പോസിറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ അവർ പറയും നമുക്ക് കളർ മാറ്റാൻ പറ്റൂല എന്ന് പറയും. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് പേർപ്പിളായിട്ട് തന്നെ നിൽക്കും. ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിൻ്റെ കളറ് പോകും. അപ്പോൾ അവരെന്താവും? കളർലെസ് ആയിട്ട് മാറും. ഇത്രയും ക്ലിയർ ആയോ? ഇനി നാലാമത് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? സഫ്രാനിൻ ആണ്. ഓക്കെ, സഫ്രാനിൻ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഈ സഫ്രാനിൻ ആഡ് ചെയ്യുന്നു. സഫ്രാനിനും എന്താണ്? ഒരു സ്റ്റെയിനാണ്. ഓക്കെ, ഈ സഫ്രാനിൻ എന്ത് ചെയ്യുമെന്ന് അറിയാടാ? ഇത് ചെന്നിട്ട് നമ്മുടെ കളർലെസ് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനെ ചെന്ന് കളർ ചെയ്യും. സി, ഓക്കെ, സോ സഫ്രാനിൻ ആഡ് ചെയ്യുമ്പം ഇറ്റ് വിൽ ഗോ ടു ദ ഓർഗാനിസം, സ്ലൈഡിലുള്ള ഓർഗാനിസിലേക്ക് അത് പോകും. ഗ്രാം പോസിറ്റീവിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ റിയലൈസ് ദാറ്റ് അതിന് ഓൾറെഡി പേർപ്പിൾ കളർ ഉണ്ട്, അതിൻ്റെ സഫ്രാനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സഫ്രാനിൻ എന്ത് ചെയ്യും? ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിൻ്റെ അടുത്ത് പോകും. നോക്കുമ്പോൾ എന്താ? അത് കളർലെസ് ആണ്, അത് കളറില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സഫ്രാൻ പറയും ഞാൻ നിനക്ക് കളർ തരാം. അപ്പോൾ ഈ സഫ്രാനിനാണ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണെങ്കിൽ ഓക്കെ പേർപ്പിൾ കളർ കിട്ടും നിങ്ങൾ ഗ്രാം സ്റ്റെയിൻ ചെയ്താൽ. ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണെങ്കിൽ യു വിൽ ഗെറ്റ് റെഡ് കളർ ഓർ പിങ്ക് കളർ. ഓക്കെ, ഇതാണ് ടേക്ക് ഹോം മെസ്സേജ്. ഇത് മറക്കരുത്. ഓക്കെ മക്കളെ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇതിനകത്ത് നിങ്ങൾ ഈ പേർപ്പിളായിട്ട് കാണുന്ന ഓർഗാനിസംസ് എന്താണ്? നൗ ക്വസ്റ്റ്യൻ ടൈമാണ്. പേർപ്പിളായിട്ട് കാണുന്ന ഓർഗാനിസംസ് വെരി ഗുഡ്. മനസ്സിലായി? ഗൈസ്, പേർപ്പിളായിട്ട് കാണുന്ന ഓർഗാനിസംസ് എന്താണ്? ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് ആണ്. കണ്ടോ? ദീസ് ആർ പേർപ്പിൾ. പിന്നെ പിങ്ക് ആയിട്ട് അല്ലെങ്കിൽ റെഡ് ആയിട്ട് കാണുന്ന ഓർഗാനിസംസ് എന്താടാ? ഗ്രാം. ഈ പിങ്ക് ആയിട്ട് കാണുന്ന ഓർഗാനിസത്തിൻ്റെ കണ്ടോ? പിങ്ക് കളർ കണ്ടോ? ഓക്കെ, പിങ്ക് കളർ അതെന്താണ്? നമ്മുടെ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, now for those guys who wants to know more, like എന്തുകൊണ്ടാണ് ഗ്രാം പോസിറ്റീവ് പേർപ്പിൾ ആയത്, ഗ്രാം നെഗറ്റീവ് റെഡ് ആയത്? ഓക്കെ, ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് 1 minute. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ഉണ്ടല്ലോടാ, അതിന് കുറേ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ലെയർ ഉണ്ട്. എന്താടാ? പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ലെയർ ഉണ്ട്. ഓക്കെ, സോ കുറേ ലെയേഴ്സ് ഉണ്ട്. സോ വൺസ് നമ്മൾ
മീഥൈൽ വയലറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് പേർപ്പിൾ കളർ ഗോസ് ഇൻ. ഓക്കെ, ആ ലെയേഴ്സിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്താൽ ഞാൻ പറഞ്ഞു കുറേ ലെയേഴ്സ് ഉണ്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനകത്ത്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയേഴ്സ് ഉണ്ട്. സോ അതിനകത്ത് ആ കളർ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ആൽക്കഹോൾ വെച്ച് ഈ കളർ റിമൂവ് ചെയ്യാനായിട്ട് നോക്കിയാൽ അത് പറ്റത്തില്ല. ബിക്കോസ് കളർ എന്താ നല്ല പറ്റിപ്പിടിച്ച് ഇത്രയും ലെയേഴ്സിനകത്ത് ഇരിക്കും. വേറാസ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനകത്ത് ഓക്കെ ഇവർക്ക് കൂടുതൽ LPS ആണുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമില്ല. ദി ഡോണ്ട് ആസ്ക് യു. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനകത്ത് എന്താണ് LPS കൂടുതലാണ്. ഓക്കെ, LPS എന്താണ്? ഹൂ വിൽ ടെൽ മീ? ലൈപ്പോപോളിസാക്രൈഡ്സ്. ഓക്കെ, ലൈപ്പോപോളിസാക്രൈഡ്സ് ബേസിക്കലി ലിപ്പിഡ്സ് വളരെ കൂടുതലാണ് നമ്മുടെ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന്. ഇത്രയും ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഈ ലിപ്പിഡ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ആൽക്കഹോൾ ആഡ് ചെയ്യുമല്ലോ ഒരു സ്റ്റെപ്പിൽ, അല്ലേ? ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഒരു സ്റ്റെപ്പിൽ ഞാൻ ആൽക്കഹോൾ ആഡ് ചെയ്യത്തില്ലേ? ഓക്കെ, ഈ ആൽക്കഹോൾ എന്ത് ചെയ്യുമെന്ന് അറിയോടാ? ആൽക്കഹോളിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ലിപ്പിഡ്സിനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്ത് കളയും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഞാൻ ആദ്യമേ നമ്മുടെ ഗ്രാം സ്റ്റെയിനിൽ എന്ത് ചെയ്തു? ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഞാനാണെങ്കിൽ വയലറ്റ് കളർ കൊടുത്തു, അല്ലേ? ക്രിസ്റ്റൽ വയലറ്റ് കളർ കൊടുത്തു. അപ്പം ഈ LPSനകത്ത് ഈ വയലറ്റ് കളറെല്ലാം ഓക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഞാൻ പിന്നെ ഒരു സ്റ്റെപ്പിൽ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാടാ? ഈ ലിപ്പിഡിനെ ആൽക്കഹോൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ലിപ്പിഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ വയലറ്റ് കളർ അല്ലെങ്കിൽ പേർപ്പിൾ കളറ് അതും ഇതിൻ്റെ കൂടെ അങ്ങ് ഈ ലിപ്പിഡ് ബ്രേക്ക് ആകുമ്പം ആ വയലറ്റ് കളറും കൂടെ അങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് കളർ നിൽക്കാത്ത, ആ വയലറ്റ് കളർ നിൽക്കാത്തത്. മനസ്സിലായോ? I hope this concept is clear. Not very important. Just പറഞ്ഞു എന്നേ ഉള്ളൂ. Okay, let's move to the next one. Okay, the next one, acid fast stain. Okay, അല്ലെങ്കിൽ Ziehl-Neelsen stain. Very important. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ acid fast staining ചെയ്യുന്നത്? You get a lot of questions, okay, in your university exams. Acid fast stain. ഇവിടെ നമുക്ക് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് തിങ്, നമ്മളൊരു സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. എന്താണത്? കാർബോൾ ഫ്യൂഷൻ എന്ന് പറയുന്നൊരു സ്റ്റെയിൻ നമ്മുടെ സ്ലൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, നമ്മൾ സ്ലൈഡിനകത്ത് സാമ്പിൾ ഇടുന്നു. അതിനുശേഷം കാർബോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ കാർബോൾ ഫ്യൂഷൻ ഇസ് ബേസിക്കലി ഒരു റെഡ് സ്റ്റെയിൻ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്യുന്നു. സോ എന്തിനാണ് ഹീറ്റ് ചെയ്യുന്നത്? ഹീറ്റിംഗ് ഇവിടെ ഒരു മോഡൻറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മോഡൻ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്? മോഡൻ്റെ അർത്ഥം എന്താ? മോഡൻറ്റ് ഹാമർ എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത സ്റ്റെയിൻ നമ്മുടെ ഓർഗാനിസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ആ ഒരു ഫംഗ്ഷനെയാണ് മോഡൻറ്റ് എന്ന് പറയുന്നത്. മോഡൻറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആസിഡ് ആൽക്കഹോൾ നമ്മൾ യൂഷ്വലി ആഡ് ചെയ്യുന്നത് H2SO4 ആണ്, സൾഫ്യൂറിക് ആസിഡ് H2SO4. അപ്പോൾ നമ്മൾ ആസിഡിൻ്റെ ഫംഗ്ഷൻ എന്താടാ? അതൊരു ഡീകളറൈസറാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡീകളറൈസർ. ഓക്കെ, ഡീകളറൈസർ ആഡ് ചെയ്തു. അതിനുശേഷം അവസാനം നമ്മൾ പിന്നെ ഒരു സ്റ്റെയിൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് വേറൊരു സ്റ്റെയിനാണ്, മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നതാണ് ആ സ്റ്റെയിൻ്റെ പേര്. മാലഷൈറ്റ് ഗ്രീനും ചിലവർ ആഡ് ചെയ്യാറുണ്ട്, പക്ഷേ യു ജസ്റ്റ് റൈറ്റ് മെത്തിലീൻ ബ്ലൂ, അത് മതി, മെത്തിലീൻ ബ്ലൂ. ഓക്കെ, നൗ ഐ വിൽ ഷോ യു പിക്ചർ. ബേസിക്കലി ആ ഫസ്റ്റ് നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ്ങില്ലേ ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മൾ ആസിഡ് ഫാസ്റ്റും ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ നമ്മൾ കാർബോൾ ഫ്യൂഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് റെഡ് കളറാണ്, അതൊരു സ്റ്റെയിനാണ് നമ്മുടെ സ്ലൈഡിലേക്ക്. നമ്മൾ ഹീറ്റ് ചെയ്യുന്നു സ്ലൈഡ് കേട്ടോ. എന്തിനാണ്? ഈ സ്റ്റെയിൻ ഓർഗാനിസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മൂന്നാമത് ആസിഡ് ആഡ് ചെയ്യുന്നു, H2SO4 ആഡ് ചെയ്യുന്നു. എന്തിന്? അതൊരു ഡീകളറൈസറാണ്. ലാസ്റ്റ് മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുന്നു. ഇനി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, കുറച്ചും കൂടെ ക്ലിയർ ആവും. ഗൈസ് ലുക്ക് ഹിയർ. ഈ ഓർഗാനിസം കണ്ടോ? ഇതാണ് നിങ്ങളുടെ ZN സ്റ്റെയിൻ കേട്ടോ. നിങ്ങൾ സ്ലൈഡിൽ കൂടെ നോക്കുമ്പോൾ, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, റെഡ് കളർ കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഓർഗാനിസം. ഓക്കെ, ഓർഗാനിസത്തിന് റെഡ് കളറ് കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമ്മൾ കാർബോൾ ഫ്യൂഷൻ ആഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാടാ? ബ്ലൂ കളറാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. എന്തിനാണ് ഈ ബ്ലൂ കളർ? നമ്മൾ മെത്തിലീൻ ബ്ലൂ ആണ് ഏറ്റവും അവസാനം ആഡ് ചെയ്തത്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുത്തു. അപ്പം ഇതാണ് ബേസിക്സ് ഓഫ് ZN സ്റ്റെയിൻ. ഓക്കെ, നൗ ടെൽ മീ, നമ്മൾ ZN സ്റ്റെയിൻ മോസ്റ്റ്ലി കുറേ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടെൽ മീ വൺ ഓർഗാനിസം. ZN സ്റ്റെയിൻ നിങ്ങൾ യൂസ് ചെയ്ത് ഓർഗാനിസത്തിനെയാണ് കണ്ടുപിടിക്കുക? കുറേ ഉണ്ട്, യെസ്, ബട്ട് വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്? വെരി ഗുഡ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഓക്കെ, പിന്നുള്ളത് എന്താടാ? യെസ്, ലെപ്ര. മൈക്കോബാക്ടീരിയം ലെപ്ര. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്, സ്പേംസ്, സ്പോർസ്, അതൊക്കെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. Now just one more point. ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന് നമ്മൾ വി യൂസ്
20% ഓഫ് H2SO4. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആസിഡോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന H2SO4. അപ്പം ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് ഓഫ് H2SO4 ആണ്. നിങ്ങളിത് മാത്രം ഓർത്തിരിക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനകത്ത് 20% H2SO4 ആണ് യൂസ് ചെയ്യുക അതിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, നൗ ദ ലാസ്റ്റ് ടോപ്പിക് ഫോർ ദ ഡേ, ആൽബർട്ട് സ്റ്റെയിൻ. ആൽബർട്ട് സ്റ്റെയിൻ സിമ്പിളാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൽബർട്ട് സ്റ്റെയിൻ നിങ്ങൾ ഏത് ഓർഗാനിസം കേൾക്കുമ്പോഴാണ് നിങ്ങൾ ദാറ്റ്സ് ആൽബർട്ട് സ്റ്റെയിൻ എന്ന് ഓർക്കുക? യെസ്, വെരി ഗുഡ്, കോർണിബാക്ടീരിയം ഡിഫ്തേരിയ. ഓക്കെ, ഈ കോർണിബാക്ടീരിയം ഡിഫ്തേരിയയിൽ ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് കോൾഡ് ആസ് വോളറ്റിൻ ഗ്രാന്യൂൾസ്. ഓക്കെ, സോ വോളറ്റിൻ ഗ്രാന്യൂൾസ് എന്ന് വെച്ചാൽ അത് ഏകദേശം ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട്. ഒരു ഗ്രീൻ കളർ സ്റ്റിക്കിൽ, 1 സെക്കൻഡ് ഞാൻ അതൊന്നും കൂടെ വരച്ചു തരാം. വേർ ഇസ് മൈ ഗ്രീൻ കളർ? ഓക്കെ, ഒരു ഗ്രീൻ കളർ സ്റ്റിക്കിൻ്റെ സൈഡിൽ 2 വശത്തായിട്ട് 2 ഗ്രാന്യൂൾസ് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വോളറ്റിൻ ഗ്രാന്യൂൾസ് എന്ന് പറയാം. ഓക്കെ, ഇതെവിടെയാണ്, ഏത് ഓർഗാനിസമാണ് കാണിക്കുക? കോർണിബാക്ടീരിയം ഡിഫ്തേരിയ. ഓക്കെ, നൗ ഐ വിൽ ഷോ യു ദ പിക്ചർ ഗൈസ്. ഓക്കെ, ലുക്ക് ഹിയർ, ദിസ് പിക്ചർ യു സീ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വോളറ്റിൻ ഗ്രാന്യൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഗ്രീൻ സ്ട്രാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ലെറ്റ്സ് ടേക്ക് ദിസ് ഗ്രീൻ സ്റ്റാൻഡ്. അതിൻ്റെ 2 വശത്തും 2 ചെറിയ ഡോട്ട് പോലെ കാണുന്നുണ്ടോ? അപ്പം ഇതിനെയാണ് നമ്മൾ വോളറ്റിൻ ഗ്രാന്യൂൾ എന്ന് പറയുന്നത്. ഏത് ഓർഗാനിസമാണ് ഇത് കാണിക്കുന്നത്? കോർണിബാക്ടീരിയം ഡിഫ്തേരിയ. അപ്പം ഇത് നമ്മൾ സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെയിനിൻ്റെ പേരാണ് എന്ത്? ആൽബർട്ട് സ്റ്റെയിൻ. ഓക്കെ, ഇത് മറക്കുക. ഇതിനെപ്പറ്റി ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ പഠിക്കണം. അത് ഭയങ്കര സിമ്പിളാണ്, പറഞ്ഞുതരാം. സോ ഈ വോളറ്റിൻ ഗ്രാന്യൂൾസിൻ്റെ അതിന് കുറേ വേറെ പേരുണ്ട്. അറ്റ്ലീസ്റ്റ് ലേൺ വൺ മോർ നെയിം കോൾഡ് ആസ് ബൈപോളാർ ഗ്രാന്യൂൾസ്. ബൈപോളാർ എന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു സ്ട്രാൻഡിൻ്റെ 2 സൈഡിലും നമുക്ക് എന്തുണ്ട്? ബൈപോളാർ പോലെ 2 വശത്തും ഡോട്ട് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബൈപോളാർ ഗ്രാന്യൂൾസ് എന്ന് പറയും. പിന്നെ വേറൊരു പേരുണ്ട് മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ്. ഓക്കെ ഗൈസ്, സി ആൽബർട്ട് സ്റ്റെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യു വിൽ സേ ആൽബർട്ട് സ്റ്റെയിനാണ് 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ആൽബർട്ട് സ്റ്റെയിൻ 1, മറ്റേത് ആൽബർട്ട് സ്റ്റെയിൻ 2. ഓക്കെ, സോ ബേസിക്കലി യു ക്യാൻ ജസ്റ്റ് സേ സിമ്പിളായിട്ട് ഒന്ന് എക്സാം ഡേയിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ആദ്യമേ ആൽബർട്ട് സ്റ്റെയിൻ 1 ആഡ് ചെയ്യുക സ്ലൈഡിൽ, അതിനുശേഷം ആൽബർട്ട് സ്റ്റെയിൻ 2 ആഡ് ചെയ്യുക. ഓക്കെ, സോ ആൽബർട്ട് സ്റ്റെയിൻ 1-നകത്ത് നിങ്ങൾക്ക് ടോളിഡിൻ ബ്ലൂ ഉണ്ട്, പിന്നെ യു ഹാവ് മാലഷൈറ്റ് ഗ്രീൻ. ഓക്കെ, ആൻഡ് ദർ ഇസ് 1 ആസിഡ് ഓൾസോ. ഓക്കെ, സോ ഒരു മിനിറ്റ് മോനെ, ഈ 3 എണ്ണം നിങ്ങളുടെ ആൽബർട്ട് സ്റ്റെയിൻ 1-നകത്താണ്. ഓക്കെ, ഐഡൻ ആൽബർട്ട് സ്റ്റെയിൻ 2-നകത്താണ്. ഓക്കെ, സോ ബേസിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ആ സ്ലൈഡിൽ ആൽബർട്ട് സ്റ്റെയിൻ 1 ആഡ് ചെയ്യും, അതിനുശേഷം ആൽബർട്ട് സ്റ്റെയിൻ 2 ആഡ് ചെയ്യും. ഓക്കെ, സോ ഇനി 1 by 1 ഞാൻ പറഞ്ഞുതരാം. ടോളിഡിൻ ബ്ലൂ ഇതെന്താ ചെയ്യുക? ഇത് നമ്മുടെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഇതാണ് നമ്മുടെ ഓർഗാനിസം. ഓക്കെ, ഈ നടുക്ക് കാണുന്ന ഗ്രീൻ കളർ കണ്ടോ, അതാണ് നമ്മുടെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. അതിൻ്റെ സൈഡിലുള്ള 2 ഡോട്ട് കണ്ടോ, അതിനെയാണ് ബേസിക്കലി നമ്മൾ വോളറ്റിൻ ഗ്രാന്യൂൾസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ടോളിഡിൻ ബ്ലൂ സ്റ്റെയിൻ ചെയ്യുന്നത് എന്താണെന്നറിയോടാ? നമ്മുടെ ഈ 2 ഡോട്ടിനെയാണ്. ഓക്കെ, ഈ 2 ഡോട്ടിനെയാണ് ടോളിഡിൻ ബ്ലൂ സ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ടോളിഡിൻ ബ്ലൂ കളറാണ്. പക്ഷേ ഇത് സ്റ്റെയിൻ ചെയ്യുമ്പോൾ വോളറ്റിൻ ഗ്രാന്യൂൾസ് ഇത് സ്റ്റെയിൻ ചെയ്യുമ്പം ഏത് കളറാണ് കൊടുക്കുന്നതെന്ന് അറിയോടാ? ഇറ്റ് വിൽ ഗിവ് പേർപ്പിൾ കളർ. എഗൈൻ ടോളിഡിൻ ബ്ലൂ കളറാണ്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് സ്റ്റെയിൻ ചെയ്യുന്ന എന്താണ്? നമ്മുടെ വോളറ്റിൻ ഗ്രാന്യൂൾസിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് മച്ച് അണ്ടർസ്റ്റുഡ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ളത് ടോളിഡിൻ ബ്ലൂ വോളറ്റിൻ ഗ്രാന്യൂൾസിന് ബ്ലൂ കളർ അല്ല കൊടുക്കുന്നത്, മറിച്ച് ഏത് കളറാണ് കൊടുക്കുന്നത്? പേർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ then you add iodine. Okay, and then you add malachite green ആണ് നമ്മുടെ ഈ ബാക്ടീരിയനെ ആ സ്ട്രാൻഡിനെ സ്റ്റെയിൻ ചെയ്യുന്നത്, ഈ malachite green. Okay, so that's it. Albert stain is not very important. Probably വൈവയ്ക്ക് ഒരു 1 mark question ആയിട്ട് ചോദിക്കാം. കോർണിബാക്ടീരിയം ഡിഫ്തീരിയ നിങ്ങൾ എന്ത് സ്റ്റെയിൻ വെച്ചാണ് സ്റ്റെയിൻ ചെയ്യുക? ആൽബർട്ട് സ്റ്റെയിൻ. that's it. Okay, now one extra edge question ഇടാം. നമ്മുടെ ഈ വോളറ്റിൻ ഗ്രാന്യൂൾസ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയയിൽ മാത്രമേ കാണത്തുള്ളൂ? ആൻസർ ഇസ് നോ. നമുക്ക് വേറെ ചില ഓർഗാനിസത്തിൽ നമ്മൾ ഈ വോളറ്റിൻ ഗ്രാന്യൂൾസ് കാണാറുണ്ട്. ലൈക്ക് മൈക്കോബാക്ടീരിയം TBനകത്ത് കാണാറുണ്ട്, പിന്നെ ഈസ്റ്റ്, എർസീനിയ പെസ്റ്റിസ്, അങ്ങനെ ചില ഓർഗാനിസത്തിലും നമ്മൾ ഈ വോളറ്റിൻ ഗ്രാന്യൂൾസ് കാണാറുണ്ട് കേട്ടോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, see you in next class with a new topic. Stay happy, stay blessed. Bye bye.